ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പോലും ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ ഭൂമിയോട് വിട പറയുമെന്നുള്ളത്. നീ പ്രതീക്ഷിക്കണമായിരുന്നു. അഭിമാനം എന്ന് പറയുന്നത്, നിനക്കില്ലാത്ത ഒന്ന് അഭിമാനം എന്ന് പറയുന്നത് ഉള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയില്ല, അവർക്ക് കമൻറ്റ് നോക്കാൻ അറിയില്ല, അവർക്ക് ലൈക്ക് വേണ്ട, വ്യൂസ് വേണ്ട, നിന്നെ പോലെ ഇതൊന്നും വേണ്ട. എടി മോളെ, നിന്നെക്കുറിച്ച് നിന്റെ നാട്ടുകാരൻ പറയുന്ന ഒരു കുറച്ച് ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക് ജനങ്ങൾ. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മള് കേട്ടത് കാരണം ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തില് 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അവളെ പോക്ക് ശരിയല്ല. അരീക്കോട് പഞ്ചായത്തിൽ 8-8 നിൽക്കുകയാണ്. അവൾ മാറിക്കഴിഞ്ഞാലേ അവരെ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ജനങ്ങൾ പേറി കൊണ്ടു നടക്കുകയാണ് എന്നുള്ളതാണ് ഒരു നാട്ടുകാരൻ പറയുന്നത്. ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാപ്പയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും. ഭർത്താവുമായിട്ട് ഇവള് തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കാന്ന് എങ്ങനെയല്ലേ ഇവളെ പോലുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഒരു ഭർത്താവിന് ജീവിക്കാൻ പറ്റുമോ? അതിനത്ര പണിയുള്ളൊരു സംഭവമാണോ? നിങ്ങൾ ഒരു ഗേൾസിന് ഫേമസ് ആയി വലിയ രീതിയിൽ ഫാൻസ് ഫോളോവേഴ്സ് ആകാൻ ഒരു പണിയുമില്ല, അറിയാലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിന്നാ മതി, ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു കാമനോട്ടം നോക്ക്. നിനക്ക് സിമ്പിളായിട്ട് ഫേമസ് ആയിക്കൂടെ? നീ തെരഞ്ഞെടുത്തത് എന്ത് ഒരു വ്യക്തിയുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കില്ലേ? ഒരുത്തൻ ഒരു വീഡിയോ ചെയ്ത് ഇത് 10 ലക്ഷം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചത്ത് പണിയെടുക്കണം. ഒരു ഡ്രസ്സ് ഇട്ട് അന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നിറഞ്ഞാൽ 50,000-60,000 ലൈക്കാണ്. ഇഷ്ടം പോലെ കമൻറ്റ്, വാട്ട് ക്യൂട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ തന്നെ കമൻറ്റ് ഇടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയോ? നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം തന്നെ ഈ പെണ്ണ് കാണിച്ചത് 2 ആംഗിളിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. ഈ ദീപക് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ അടുത്തേക്ക് ഇവള് ചെന്നു. ഫസ്റ്റത്തെ വീഡിയോയിൽ എവിടെ ദീപക് എന്ന് പറയുന്ന ചേട്ടൻ എവിടെ? വളരെ ബാക്കിലുള്ള നീ എങ്ങനെ മോളെ അവിടെ എത്തി? ഒരുപാട് ആളുകൾ നമ്മളെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ചല്ല കേട്ടോ ഇത് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ പണ്ഡിതന്മാരും അതുപോലത്തെ നല്ലത് വിചാരിച്ചുള്ള ഒരാളും തന്നെ ഈ പെണ്ണുങ്ങളെ മോശമാവണതിനെ പറ്റി പ്രസംഗിക്കണ്ട. ഓലിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ലൈക്ക് കിട്ടിങ്ങായി ജീവിച്ചോട്ടെ. ഒരുത്തൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ വെറും 20 വർഷം മാത്രമാണ്. 20 വർഷത്തിന് ശേഷം കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുന്നവരാണ് ആണുങ്ങൾ. അതറിയൂലെങ്കിൽ വാപ്പനോടൊന്ന് പോയിട്ട് ചോദിച്ചു നോക്ക്. ഷിംജിത, നിന്റെ തന്തനോടൊന്ന് പോയി ചോദിച്ചു നോക്ക് ആണുങ്ങളെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. 98% പെണ്ണുങ്ങൾക്കുമുള്ള ഒരു പവർ എന്താണെന്ന് വെച്ചാൽ ആണൊരുത്തൻ ബാക്കിലുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ പറയാതെ പറയുന്നുമുണ്ട്. ബാക്കി 2% ആളുകൾക്ക് അവർക്ക് ഭർത്താക്കന്മാരില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അച്ഛനോ ഒന്നും ഇല്ലാത്തവരായിരിക്കാം. അച്ഛനോ ജ്യേഷ്ഠനോ ഭർത്താവോ ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല. എങ്കിൽ 20 വയസ്സിന് ശേഷമുള്ള ഒരാണൊരുത്തൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ആട്ടും തുപ്പും സഹിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഇവരെ സന്തോഷം കൊണ്ട് പോയി നിൽക്കല്ല പ്രവാസത്തിൽ ജീവിതം നയിക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള ഭാര്യമാരെ കുറിച്ചോ ഉമ്മമാരെ കുറിച്ചോ അവർക്കൊക്കെ അവർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഇല്ലാതാക്കി കഴിഞ്ഞ് അവർ ഹാപ്പിനെസ് കണ്ടെത്തുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭാര്യയുടെ മുഖത്ത് ഒരു ചിരി കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. വൈകുന്നേരം വരെ അവർക്ക് സന്തോഷമാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ചിരി കിട്ടിയാൽ അവരെ വീട് സ്വർഗ്ഗമാണ്. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നോക്കിയോ ഭർത്താക്കന്മാർ പൊന്നുപോലെ തിരിച്ചു നോക്കും. ഇതുപോലത്തെ ചിന്താഗതിയുള്ള ആണുങ്ങളാണ് നമ്മുടെ നാട്ടിൽ മുഴുവനും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്. നിങ്ങളെ ദേഹത്തൊക്കെ ഒന്ന് മുട്ടുമ്പോഴേക്കും ആണുങ്ങൾ മുഴുവനായിട്ട് വേറെന്തോ ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഒരു പുണ്ണാക്കും അല്ലടോ നിങ്ങളെ പറയാണ്. നിങ്ങളെന്ന് പറഞ്ഞോടാ, ഈ പെണ്ണൊക്കെ അറിയാൻ വേണ്ടി പറയാം. ഇവളൊക്കെ ശരീരം, ഇവിടെ മുഖം തന്നെ നിങ്ങൾ നോക്ക്. ഒരാണൊരുത്തിന് ഒരു രീതിയിൽ ഇഷ്ടപ്പെടാത്തൊരു മുഖമാണ് ഇവളത്. ഈ ചക്രാച്ചി മുഖവും വെച്ചിട്ട് ഇവള് ഫിൽട്ടർ ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ അവള് ഫിൽട്ടർ ഇടാൻ മറന്നിട്ടില്ലേ? മുഖം വെളുപ്പിക്കാനൊന്നും ആ വീഡിയോയിൽ മറന്നിട്ടില്ല. എല്ലാം അവള് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ ജീവിതം, അവർക്ക് മാനുണ്ടോ? ആ വ്യക്തിക്ക് മാനവും അഭിമാനം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. അയാൾ അഭിമാനം നഷ്ടപ്പെട്ട്. അയാൾ വലിയ പണക്കാരനൊന്നുമല്ല, വളരെ സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ആ വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഈ ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന നീക്ക് പോയി ചത്തൂടെ? ഞാൻ ചോദിക്കുന്നത്, നീ എന്താ ആത്മഹത്യ ചെയ്ത്? നീ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ നിന്നെക്കുറിച്ച് എതിര് സംസാരിച്ചവർക്കൊക്കെ കേസ് വരട്ടെ, ഒരു പ്രശ്നവുമില്ല.
ഒരു പ്രോബ്ലം ഇല്ല, നീ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ഒരു മുസ്ലിമായ പെണ്ണല്ലോടോ ഒന്നുമില്ലെങ്കിൽ നീ. ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രശസ്തി ഉണ്ട്. ഓൾമോസ്റ്റ് രാവിലെ 6 മണി മുതൽ 9 മണി വരെ മദ്രസയിൽ പഠിക്കാത്ത 99.99% ആളുകൾ കേരളത്തിൽ മദ്രസ വിദ്യാഭ്യാസം പഠിച്ചവരാണ്. മറ്റുള്ള ഒരു വ്യക്തിയെ പോലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഉപദ്രവിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. അതിൽ പെട്ട ഒരു പെണ്ണല്ലടാ നീ. നീ എന്ത് നന്മ നിനക്കുള്ളത്? നീ ഇങ്ങനെ വെച്ച് കൊടുക്കല്ലേ മുന്നോട്ട് കൊണ്ടുപോയിട്ട്. നീ എന്താ വിചാരിച്ചത്? ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നിന്ന് അങ്ങോട്ട് കയറി മുട്ടിയിട്ട് അത് സ്ലോമോ ആക്കിയിട്ട്, അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ്. അത് സ്ലോമോ ആക്കിയിട്ട് വളരെ സ്ലോ ആ വീഡിയോ ആക്കുന്ന സമയത്ത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയാത്ത ഒരു കൂട്ടം സമൂഹമുള്ള ആളുകൾ വിചാരിക്കുകയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്തോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നീ കൊടുത്തില്ല അവൾക്ക്. നീ കൊടുത്തില്ല, അവരിലേക്ക് നീ എത്തിച്ചില്ല. നിന്റെ ബ്രില്യൻസ്, നിനക്ക് മാനല്ല, നിനക്ക് ഒരു മാനമില്ല. അതുകൊണ്ടല്ലേ നീ നിയമ സാധ്യതകൾ പോലും പെണ്ണിന്റെ കൂടെയാണ് എന്നുള്ളത് പരിപൂർണമായിട്ട് നിനക്ക് അറിയുന്നത് കൊണ്ട് തന്നെയല്ലേ നീ ആണുങ്ങളെ നെഞ്ചത്ത് കയറ്റി രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും ആണിന് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആണിന് വേണ്ടി സംസാരിച്ച പ്രശ്നമാണ്. അപ്പത്തേക്ക് എടുത്ത് ഞാൻ ജയിലിലേക്ക് ഇടാണ്. ഇതുപോലത്തെ രീതിയിലേക്ക് ചിന്താഗതി നിനക്ക് പോയിട്ടുള്ളത് നിയമം നിന്റെ കൂടെയാണ് എന്നുള്ളത് കൊണ്ടല്ലടി. നിന്റെ കൂടെ നിന്നെക്കുറിച്ച് എതിർത്ത് പറഞ്ഞാൽ നിന്റെ മുഖം ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% 100% നിനക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇത് വേറെ രീതിയിലേക്ക് മാറും, നീ അവിടെ ജയിക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത നിന്റെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ. കാലം മാറാൻ പോവാ, നിയമം തന്നെ മാറാൻ പോവാ. ഒരു കൂട്ടം സമൂഹത്തിന് മുന്നിൽ നീ ഇന്ന് വെറും എന്താന്നുള്ളത് നീ പൂരിപ്പിച്ചോ, അതാണെന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ളവരെ മുന്നിൽ നീ വെറും വട്ടപൂജ്യമായി ഇപ്പൊ മാറി. ഇതും ആളുകൾ മറക്കും, എല്ലാം ആളുകൾ മറന്നു പോകും. ഇനി നിന്നെ വാനോളം ഉയർത്തും. നീ ചിലപ്പോൾ നാളെ ഉദ്ഘാടനം വരെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു വൃത്തികെട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പാവം സഹോദരനെ ഇല്ലാതെയാക്കിയിട്ട് നിനക്ക് പോയി ഒന്ന് ചത്തൂടെ? എത്ര ചോദിക്കുന്നു, നിനക്കൊന്ന് മരിച്ചു തന്നൂടെ? നീ ചത്താൽ ഞങ്ങൾ ഈ ലോകത്ത്, നീ ചത്തു എന്നേ പറയുള്ളൂ. നായ്ക്കളൊക്കെ ചത്ത പോലെയാണ്. നായ്ക്കളെ പറഞ്ഞൂടാ, അതിനും മോശപ്പെട്ട എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ചത്ത പോലെയാണ് നീ നമ്മളൊക്കെ മനസ്സിൽ എന്നുള്ളത്.